ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എം കോഡ് എം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്, എന്തെല്ലാം തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, എന്താണ് ഓപ്പറേറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് രണ്ട് മൂന്ന് ഓപ്പറേറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ. ഒന്ന് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, രണ്ടാമത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, മൂന്നാമത്തത് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഇത് കൂടെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫ്ലോർ ഡിവിഷന്റെ കേസിൽ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ഇൻഫിനിറ്റിയോട് ചേർന്നിരിക്കുന്ന ഹോൾ നമ്പർ എന്നാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഹോൾ നമ്പർ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റിജറിനെയാണ് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഒരു മിസ്റ്റേക്ക് ആണ്. അവിടെ ഉദ്ദേശിച്ചത് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിയോട് ചേർന്നിരിക്കുന്ന ഇൻറ്റിജർ വാല്യൂ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ, നമുക്ക് അടുത്ത ഒരു ഓപ്പറേറ്റർ പരിചയപ്പെടാം. അതിന്റെ പേരാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ അകത്ത് നമുക്കുള്ളത് ആൻഡ്, ഓർ, അതുപോലെ തന്നെ നോട്ട് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇത് എന്താന്ന് നോക്കാം. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. എ ഈസ് ഈക്വൽ ടു 10, ബി ഈസ് ഈക്വൽ ടു 20. ഓക്കെ, അതുപോലെ തന്നെ സി ഈസ് ഈക്വൽ ടു 30. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ പ്രിന്റ്. ഓക്കെ, ഞാൻ പറയാണ് എ ലെസ് ദാൻ ബി. നമുക്ക് പ്രിന്റ് ചെയ്ത ഇത് നമുക്ക് എന്ത് കിട്ടും? റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ട്രൂ അല്ലേ? ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതിന്റെ പറയുന്ന പേരാണ് ബി ലെസ് ദാൻ സി അല്ലേ? അതെന്താണ്? ട്രൂ ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊന്നുകൂടെ നോക്കാം. അല്ലെങ്കിൽ ഇത് മാത്രം മതി. ഓക്കെ, ഫൈൻ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇത് ട്രൂ ആണ്, ഇതും ട്രൂ ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കൂടെ കമ്പൈൻ ചെയ്യാനാണ്. അതിന്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാണിക്കാം. പ്രിന്റ്, നമ്മൾ ഇതിന് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിരുന്നു. ഓക്കെ, ഒന്നാമത്തത് ഇത്. ഓക്കെ, പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആൻഡ്. ഓക്കെ, രണ്ടാമത്തോട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രൂ കിട്ടി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രണ്ട് റിലേഷണൽ ഓപ്പറേഷൻ ഇവിടെ ഉണ്ടല്ലേ? ഇതിന് ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെയും ബൂളിയൻ വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടല്ലോ, ഇത് ട്രൂ ആയിരുന്നു, ഇതും ട്രൂ ആയിരുന്നു. ഇതും ലെഫ്റ്റും റൈറ്റും ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും? ആൻഡ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിരിക്കും. നമുക്കിവിടെ ട്രൂ എന്ന് കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഇട്ട്. അവിടെ എന്താ സംഭവിക്കുക? എ ഗ്രേറ്റർ ദാൻ ബി. 10 എന്ന് പറയുന്നത് 20നേക്കാളും വലിയ സംഖ്യയാണ് എന്നാ പറയുന്നത്. തെറ്റാണ്, ഇത് ഫോൾസ് ആണ്. ഇതെന്താണ്? ബി ലെസ് ദാൻ സി. 20 എന്ന് പറയുന്നത് 30നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മുടെ ഈ കേസിനകത്ത് ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്. പക്ഷെ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്തായാലും കിട്ടുന്നത്? ഫോൾസ് ആയിരിക്കും. കാരണം എന്താ? ആൻഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകത്തുള്ളൂ. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഓർ എന്ന് പറയുന്നത്. ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതും രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്യാനാണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. നമ്മുടെ കേസിന്റെ അകത്ത് ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി, 10 20നേക്കാൾ വലുത്, ഇത് തെറ്റാണ്. ഇവിടെ ബി ലെസ് ദാൻ സി, 20 30നേക്കാളും ചെറുതാണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ ഓവറോൾ സ്റ്റേറ്റ്മെന്റിന്റെ ബൂളിയൻ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ലെഫ്റ്റ് ഫോൾസ് ആണെങ്കിലും റൈറ്റ് ട്രൂ ആയിരുന്നു. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഇടാം, ഇവിടെ നമുക്ക് ലെസ് ദാൻ ഇടാം. അപ്പൊ എന്താ സംഭവിക്കുക? എ ലെസ് ദാൻ ബി, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ബി ഗ്രേറ്റർ ദാൻ സി, 20 30നേക്കാട്ടിൽ വലിയ സംഖ്യയാണ്, ഇത് തെറ്റാണ്. നമ്മുടെ നേരത്തെ കേസിൽ ഈ കേസിൽ ഇത് ട്രൂവും ഇത് ഫോൾസും ആയി. പക്ഷെ ഇവിടെയും നമുക്ക് രണ്ടാലൊന്ന് ട്രൂ ആയത് കാരണം കൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ ട്രൂ എന്ന് കിട്ടും. വെരി ഈസി ആണ്. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ഓവറാൾ ഒരു ബൂളിയൻ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അത് ഡിസൈഡ് ചെയ്യുന്നത്
ലെഫ്റ്റും റൈറ്റും വാല്യൂകൾ നോക്കിയിട്ടാണ്. സോ ഓറിൻ്റെ കേസിലാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും രണ്ടാല് ഒന്ന് ട്രൂ ആണെങ്കിൽ കംപ്ലീറ്റ് വാല്യൂ ട്രൂ ആയിരിക്കും. ഇനി ഇനി ആൻഡിൻ്റെ കേസിലാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും കൂടെ ട്രൂ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓവറാൾ ട്രൂ ആവുള്ളൂ. ഇനി ഇനി അടുത്തത് നമുക്ക് നോട്ടാണ്. സോ നോട്ട് എന്താ നോക്കാം. നോട്ട് എന്താന്ന് പറയുന്നതിന് മുന്നേ ഇത് നമുക്ക് ഇതൊന്നുകൂടി എക്സിക്യൂട്ട് ചെയ്തേക്കാം. എ ലെസ് ദാൻ ബി, ഇതിന്റെ വാല്യൂ എന്താണ്, ട്രൂ ആണ്. സോ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബൂളിയൻ വാല്യൂവിനെ റിവേഴ്സ് ചെയ്യാനാണ്. സോ ഇവിടെ എ ലെസ് ദാൻ ബിന്റെ വാല്യൂ ട്രൂ ആണ്. അപ്പൊ നമ്മൾ ഇതിന് ഫ്രണ്ടിൽ നോട്ട് ഇട്ട് എന്ത് സംഭവിക്കും, ഓക്കെ. ഇപ്പൊ എന്താ സംഭവിച്ചേ, എ ലെസ് ദാൻ ബിയുടെ ബൂളിയൻ വാല്യൂ ട്രൂ ആണ്. ട്രൂവിനെ നെഗേഷൻ അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫോൾസ് കിട്ടും. വെരി സിമ്പിൾ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നോക്കാം. ബി ലെസ് ദാൻ, ഓക്കെ, ബി ലെസ് ദാൻ സി അല്ലേ, ബി ലെസ് ദാൻ സി, ബിയുടെ വാല്യൂ 20, സിയുടെ വാല്യൂ 30. 20 30-നേക്കാളും ചെറിയ സംഖ്യയാണ്. സോ ദിസ് ഈസ് ട്രൂ. നോട്ട് ഓഫ് ട്രൂ ഈസ് ഈക്വൽ ടു ഫോൾസ്. ഓക്കെ, ഇനി തിരിച്ചിട്ടാലോ. ബി ലെസ് ദാൻ, ബി ഗ്രേറ്റർ ദാൻ സി, 20 30-നേക്കാളും വലിയ സംഖ്യയാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തെറ്റിന്റെ നെഗേഷൻ അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നത് ട്രൂ. വെരി സിമ്പിൾ. സോ ഇതാണ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അതിലൂടെ ഇതെല്ലാം നമുക്ക് വീണ്ടും നമുക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ്. വെരി സിമ്പിൾ. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. സോ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സീക്വൻസിന്റെ അകത്തുള്ള മെമ്പർ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒരു സീക്വൻസ് ഉണ്ടാകും. ആ സീക്വൻസിന്റെ അകത്ത് ഈ ഒരാൾ അതിന്റെ അകത്ത് പെട്ട ആളാണോ, നമ്മൾ ഒരാളാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അറേ ഇല്ല, ലിസ്റ്റ് എന്നാ പറയാം പൈത്തണിൻ്റെ അകത്ത്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ലിസ്റ്റിനെ കുറിച്ച്, ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഈ ഒരു ചെറിയൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് ലിസ്റ്റ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ചെയ്യുന്നതാണ് പ്രിന്റ്, ഓക്കെ, 1 ഇൻ. സോ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ നമുക്ക് രണ്ടെണ്ണമാണുള്ളത്, ഇൻ ആൻഡ് നോട്ട് ഇൻ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ ഒന്ന് എന്താണ്, ഒന്ന് നോട്ട് ഇൻ, ഒന്ന് ഇൻ ആണ്, രണ്ടാമത് നോട്ട് ഇൻ ആണ്. സോ ഇതെന്താ നോക്കാം. സോ 1 ഇൻ എ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞ ആള് എന്റെ അകത്തുണ്ടോ, ഉണ്ട്. അപ്പൊ ഇതിന്റെ ബൂളിയൻ വാല്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാണ് 1-ന് പകരം 6 ഇൻ എ എന്തായിരിക്കും, ഫോൾസ്. കാരണം 6 എന്ന് പറയുന്ന ആള് എന്റെ അകത്തില്ല. ഓക്കെ, അപ്പൊ എന്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം 6 ഇൻ ബി. 6 ഇൻ ബി എന്താണ്, ബിന്റെ അകത്ത് 6 ഉണ്ട്. സോ അവിടെ എന്തായിരിക്കും വാല്യൂ എന്ന്, ട്രൂ ആയിരിക്കും. വെരി സിമ്പിൾ. സോ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ്, നോട്ട് ഇൻ. ഇപ്പൊ ഞാൻ പറയാണ് 6 നോട്ട് ഇൻ ബി. 6 എന്ന് പറയുന്ന ആള് ബിന്റെ അകത്ത് ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. സോ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഫോൾസ്. ഇനി നേരത്തെ പറഞ്ഞ നമുക്ക് നോട്ട് ഇവിടെ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റിന് നോട്ട്. ഓക്കെ, സോ ഇവിടെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. സോ 6 ആദ്യം നമ്മൾ ഇന്നർ നോക്കാം. ഇന്നർ 6 നോട്ട് ഇൻ ബി. 6 എന്ന് പറയുന്ന ആള് ബിന്റെ അകത്ത് ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആ തെറ്റിന്റെ നെഗേഷൻ ശരിയാണ്. സോ ഇറ്റ് ഈസ് ട്രൂ. വെരി സിമ്പിൾ. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത്, ഐഡന്റിറ്റി മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇന്ന് പഠിച്ചു, എങ്ങനെയാണ് നോട്ട് ഇന്ന് പഠിച്ചു. സോ വെരി സിമ്പിൾ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ഡാറ്റ ടൈപ്പ് കൂടെ ഉണ്ട്, സോറി, ലാസ്റ്റ് ഒരൊറ്റ ഓപ്പറേറ്റർ കൂടെ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, അത് സൂക്ഷിച്ചിരുന്നാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ എന്താണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഐഡന്റിറ്റി ഓപ്പറേറ്ററിലോട്ട് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ പ്രോഗ്രാം ചെയ്ത് കാണിക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഓക്കെ, എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 5. ഓക്കെ, ഞാൻ പറയുന്നു പ്രിന്റ് എ ഈക്വൽ ടു ബി. സോ ഇതെന്തായിരിക്കും, ഈക്വൽ ടു, ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണല്ലേ. സോ ഇവിടെ എന്താ സംഭവിച്ചത്, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന
ഓക്കെ. സോ എ എന്ന് പറയുന്ന വാല്യൂ ഇത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ഓക്കെ. എ എന്ന് പറയുന്ന വാല്യൂ ബി എന്ന് പറയുന്ന വാല്യൂം തമ്മിൽ വാല്യൂകൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം സെയിം ആണോ എന്നാ ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവിച്ചു? ട്രൂ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ അകത്ത് വരുന്നത് ഒന്ന് ഈസ് ആണ്, രണ്ടാമത്തത് നോട്ട് ഈസ് ആണ്. സോറി, ഈസ് നോട്ട് ആണ്. ഓക്കെ. ഓക്കെ. സോ ജസ്റ്റ് മനസ്സിലാക്കുക, ഈസ് നോട്ട്. ഓക്കെ. സോ ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ എന് പകരം ഈക്വൽ ടു ഈക്വലിന് പകരം ഈസ് ഇട്ടു. എന്ത് സംഭവിച്ചത്? ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ട്രൂ എന്ന് കിട്ടി. സോ ഇവിടെയും നമുക്ക് ട്രൂ കിട്ടി. ഇവിടെ നമ്മൾ ഈക്വൽ ടു ഇട്ടപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ട്രൂ എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് സംശയമാവും, എന്നാ പിന്നെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ പോരെ? ആക്ച്വലി ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. സോ അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെക്ക് ചെയ്യുള്ളൂ? ഇതിന്റെ വാല്യൂകൾ മാത്രമേ കമ്പയർ ചെയ്യുള്ളൂ. അപ്പൊ ഈസ് എന്തായിരിക്കും? ഈസ് എന്ന് കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് വേരിയബിളും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഇത് എ എന്ന് പറഞ്ഞത് എന്താണ്, 5 എന്ന് പറയുന്നത് ഇതിന്റെ ഈ വേരിയബിളിന്റെ പേര് എ അല്ലേ, ഈ വേരിയബിളിന്റെ പേര് ബി അല്ലേ? സംശയം തോന്നും. അത് രണ്ടും ഡിഫറെന്റ് അല്ലേ, എന്നിട്ടും നമുക്ക് എങ്ങനെ ഇത് ട്രൂ കിട്ടിയെന്ന് ചോദിക്കും. സോ ബേസിക്കലി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇവിടെ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് കൂടെ സെയിം ആണോ ചെക്ക് ചെയ്യും. ഓക്കെ. ഒബ്ജക്റ്റ് സെയിം ആണോ ചെക്ക് ചെയ്യും. ആൻഡ് അതിന്റെ കൂടെ എന്തുകൂടെ ചെയ്യും? വാല്യൂ കൂടെ ചെയ്യും. വാല്യൂ സെയിം ആണോ ചെക്ക് ചെയ്യും. സോ ബേസിക്കലി വാല്യൂ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ഒബ്ജക്റ്റ് ഒന്നാവണമെന്നില്ല. ഇവിടെ എന്തേ സംഭവിക്കുള്ളൂ? ഇവിടെ നമുക്ക് എന്ത് വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് വരാം. അപ്പൊ നിങ്ങൾക്കുള്ളൊരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കേസിൽ എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 5 ആണ്. ഇത് രണ്ട് ഒബ്ജക്റ്റ് അല്ലേ? അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ അല്ലേ? അപ്പൊ പിന്നെ ഇതെങ്ങനെ ട്രൂ വന്നു? അതൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൈത്തണിന്റെ അകത്ത് രണ്ട് ഒബ്ജക്റ്റുകൾ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റുകൾക്ക് ഒരു മെമ്മറി അഡ്രസ് ഉണ്ടാകും. ഓക്കെ. സോ തൽക്കാലത്തേക്ക് ഞാനിത് കമന്റ് ചെയ്ത് വെക്കാണ്. ഓക്കെ. ജസ്റ്റ് കമന്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനിവിടെ പ്രിന്റ്, ജസ്റ്റ് ഞാൻ ഒരാളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ അയാൾക്കൊരു അഡ്രസ് ഉണ്ടാവും. ഓക്കെ. ഒരു അഡ്രസ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെ പറയുന്ന പേരാണ്, മെമ്മറി അഡ്രസ് കണ്ടുപിടിക്കാൻ പറയുന്ന പേരാണ് ഐ ഡി. സോ നമ്മൾ ഈ എന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഐ ഡി ഇട്ട് നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, ഇതാണ് എയുടെ ഐ ഡി. അപ്പൊ നമുക്ക് ബിയുടെ നോക്കാം. ഓക്കെ. ഐ ഡി ഓഫ് ബി നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോക്കിക്കേ, എന്താ സംഭവിച്ചേ? ഇതേ ആള് തന്നെയാണ് ഈ ആള്. സോ ഇവിടെ രണ്ട് വേരിയബിൾ ആണെങ്കിൽ പോലും എന്താ സംഭവിച്ചത്? രണ്ടുപേരും ഒരാളാണ്. അത് കാരണം കൊണ്ടാണ് നമുക്ക് എന്ത് ലഭിച്ചത്? ഈ ഈസ് നമുക്ക് ട്രൂ ലഭിച്ചത്. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൂ കിട്ടി. കാരണം എന്താ? ഈസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. സെയിം ആളാണോ, വാല്യൂ സെയിം ആണോ? ആദ്യം വാല്യൂ സെയിം ആണോ ചെക്ക് ചെയ്യും. വാല്യൂ സെയിം അല്ലെങ്കിൽ ഇത് ഫോൾസ് ആകും. ഇനി വാല്യൂ സെയിം ആണെങ്കിലോ ഈ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ആൾ ഒരാള് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇതിന് ട്രൂ വാല്യൂ ലഭിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? ഈ എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. എന്ത് ചെക്ക് ചെയ്യത്തില്ല? രണ്ടും ഒരാളാണോ ചെക്ക് ചെയ്യില്ല. സോ ഇതിന് വേറൊരു എക്സാമ്പിളോട് എനിക്ക് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റും. ജസ്റ്റ് ഞാനതൊന്ന് കമന്റ് ചെയ്യുന്നു. ഓക്കെ. ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എ ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5. ഓക്കെ, ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ ബി. ഓക്കെ. നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ. പ്രിന്റ് എ ഈക്വൽ ടു ബി. ഓക്കെ, എന്താ സംഭവിക്കുക? ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി? ട്രൂ കിട്ടി. ഓക്കെ. എന്ത് സംഭവിക്കുന്നുള്ളൂ? എയിലുള്ളയും ബിയിലുള്ളയും വാല്യൂകൾ സെയിം ആണോ ചെക്ക് ചെയ്യുള്ളൂ. അപ്പൊ നോക്കിയപ്പോൾ എന്താണ്? ഒരേ വാല്യൂ ആണ്. എന്റെ അകത്ത് 1, 2, 3, 4, 5 മുതൽ ലിസ്റ്റ് ആണ്. ബിയും അങ്ങനെ തന്നെയാണ്.
ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. പ്രിന്റ് എ ഈസ് ബി. വാട്ട് ഹാപ്പൻഡ്? ഫോൾസ്. വൈ? എങ്ങനെയാണ് ഫോൾസ് കിട്ടിയത്? നമ്മൾ നോക്കുമ്പം ഒരേ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഈ രണ്ട് വേരിയബിൾ രണ്ടായത് കൊണ്ടാണോ? അല്ല. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് പ്രിന്റ്, നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രിന്റ് ഐ ഡി ഓഫ് എ. ഐ ഡി ഓഫ് എ പ്രിന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ഡി ഓഫ് ബി കൂടെ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? നോക്കുമ്പോൾ എന്താണ്? ഇയാളുടെ മെമ്മറി അഡ്രസ് ഈസ് ഡിഫറെന്റ് ആണ്, ഇയാളുടെ മെമ്മറി അഡ്രസ് ഈസ് ഡിഫറെന്റ് ആണ്. സോ ഇത് രണ്ടും രണ്ട് ഒബ്ജക്റ്റ് ആണ്, ഒരു ഒബ്ജക്റ്റ് അല്ല. സോ എന്ത് സംഭവിച്ചു? ഇവിടെ ട്രൂ കിട്ടാൻ കാരണം എന്താണ്? ഇവിടെ വാല്യൂ മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടാളാണെങ്കിൽ പോലും അവരുടെ വാല്യൂ എന്താണ്? സെയിം ആണ്. അത് കാരണം കൊണ്ട് എ ഈക്വൽ ടു ബി ട്രൂ കിട്ടി. ഇവിടെ എ ഈസ് ബി എന്ന് പറയുന്നത് ഫോൾസ് ലഭിച്ചു. അതിന്റെ കാരണം എന്താണ്? ഇത് രണ്ടുപേരും വാല്യൂ മാത്രമേ ഈക്വൽ ഉള്ളൂ. രണ്ടാളും രണ്ട് വ്യക്തികളാണ്, അല്ലെങ്കിൽ രണ്ട് മെമ്മറി അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത വാല്യൂകളാണ് എയും ബിയും. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നേരത്തെ ഇൻഡിജർ കൊടുത്തപ്പം വേറെ രീതിയിലായിരുന്നല്ലോ. ഇതിന് ലിസ്റ്റ് എന്നാ പറയാ, ലിസ്റ്റിന് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ പതിയെ പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കി വെക്കുക, ഈസ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ മെമ്മറി അഡ്രസ്സും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഇനി ഈക്വൽ ടു ഈക്വൽ കൊടുക്കുന്ന സമയത്ത് എന്ത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ? വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. സോ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഈ കാര്യം കൂടി ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഞാൻ നോട്ട് ഈക്വൽ ടു ചെയ്യുന്നു. ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? അതുപോലെ തന്നെ ഈസ് നോട്ട്. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? സോ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ ഈക്വൽ അല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും വരിക? ഫോൾസ് ആയിരിക്കും വരിക. ഓക്കെ, ഇവിടെ എന്തായിരിക്കും വരിക? ഇത് രണ്ടും സെയിം അല്ല എന്ന് പറഞ്ഞു വരുന്നു. അതിന്റെ ഉത്തരം ട്രൂ ആയിരിക്കും. കാരണം എന്താ? ഇയാളുടെ രണ്ടുപേരുടെയും മെമ്മറി അഡ്രസ് ഡിഫറെന്റ് ആണ്. ജസ്റ്റ് നോക്കാം, നമുക്ക് കാണാം ഇവിടെ ഫോൾസ് ലഭിച്ചു, ഇവിടെ നമുക്ക് ട്രൂ ലഭിച്ചു. സോ നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്പറേറ്റേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.